കഴിഞ്ഞ 13 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ കലാപത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് ബ്രിട്ടൻ ഇപ്പോൾ. കുടിയേറ്റത്തിനെതിരെയുള്ള പ്രതിഷേധ പ്രകടനം വലിയ കലാപത്തിലേക്ക് നയിച്ചിരിക്കുകയാണെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. 3 പെൺകുട്ടികളുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട പ്രതിഷേധമാണ് കലാപത്തിലേക്ക് നയിച്ചിരിക്കുന്നത്. ലിവർപൂളിന് സമീപമുള്ള സൗത്ത് പോർട്ടിൽ സംഘടിപ്പിച്ച ഡാൻസ് പാർട്ടിക്കിടെയാണ് പെൺകുട്ടികൾ കത്തി ആക്രമണത്തിന് ഇരയായതും കൊല്ലപ്പെടുന്നതും. ഇതിനു പിന്നാലെ തീവ്ര വലതുപക്ഷ വിഭാഗക്കാർ കടുത്ത പ്രതിഷേധവുമായി രംഗത്തിറങ്ങുകയായിരുന്നു. ഇംഗ്ലണ്ടിൽ സംഭവിക്കുന്നതെന്ത്? കഴിഞ്ഞ ആഴ്ച അവസാനത്തോടെ പ്രതിഷേധം ശക്തി പ്രാപിക്കുകയും അഭയം തേടിയവരെ പാർപ്പിച്ചിരുന്ന ഹോളിഡേ ഇൻ എക്സ്പ്രസ് ഹോട്ടലിൽ പ്രതിഷേധക്കാർ അതിക്രമിച്ചു കയറാൻ ശ്രമിക്കുകയും ചെയ്തു. വിവിധ നഗരങ്ങളിലും പട്ടണങ്ങളിലും പോലീസും കലാപകാരികളും തമ്മിൽ ഏറ്റുമുട്ടി. അഭയം തേടിയ ആളുകൾക്ക് നേരെ നടന്ന അതിക്രമങ്ങളെയും തീവ്ര വലതുപക്ഷ ആക്രമണങ്ങളെയും UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ അപലപിച്ചു. അക്രമികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ എന്തു വേണമെങ്കിലും ചെയ്തുകൊള്ളാൻ അദ്ദേഹം അധികൃതർക്ക് നിർദ്ദേശം നൽകി. അക്രമത്തിന് തെരുവുകളിലും ഓൺലൈനിലും സ്ഥാനമില്ലെന്നും 10 ഡൌണിംഗ് സ്ട്രീറ്റ് ഇറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി. രാജ്യത്തെ ആളുകൾക്ക് സുരക്ഷിതമായി ഇരിക്കാനുള്ള അവകാശമുണ്ട്. അക്രമികൾ മുസ്ലിം സമുദായത്തെ ലക്ഷ്യമിടുന്നതാണ് നമ്മൾ കണ്ടത്. മുസ്ലിം പള്ളികൾക്ക് നേരെ ആക്രമണങ്ങൾ നടക്കുകയും മറ്റ് ന്യൂനപക്ഷ സമുദായങ്ങൾ ഒറ്റപ്പെടുന്ന അവസ്ഥയുണ്ടാകുകയും ചെയ്തു. അക്രമികൾ പോലീസിന് നേരെ ആക്രമം അഴിച്ചുവിടുകയും വംശീയ പരാമർശങ്ങൾക്കൊപ്പം അനിയന്ത്രിതമായ ആക്രമണങ്ങളും നടത്തുന്നു. തീവ്ര വലതുപക്ഷ കൊള്ളസംഘമെന്ന അക്രമികളെ വിളിക്കാൻ ഞാൻ മടിക്കില്ല, പ്രധാനമന്ത്രി പറഞ്ഞു. കടുത്ത ആക്രമണങ്ങളാണ് കലാപകാരികൾ UKയിലെ വിവിധ ഇടങ്ങളിൽ അഴിച്ചുവിട്ടത്. ന്യൂനപക്ഷ സമുദായങ്ങളെയാണ് അക്രമികൾ ലക്ഷ്യമിട്ടത്. മുസ്ലിം പള്ളികൾ വ്യാപകമായി ആക്രമിക്കുകയും വീടുകളും കാറുകളും അടിച്ചു തകർക്കുകയും ചെയ്തു. മുൻ UK പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിലിന്റെ പ്രതിമയും അക്രമികൾ നശിപ്പിച്ചു. ഒരു വ്യാജ പ്രചാരണം UKയിൽ അക്രമത്തിന് വഴി തുറന്നത് എങ്ങനെ? ലിവർപൂളിന് സമീപമുള്ള സൗത്ത് പോർട്ടിൽ നടന്ന ടൈലർ സ്വിഫ്റ്റ് തീമിലുള്ള ഡാൻസ് പാർട്ടിക്കിടെ 3 പെൺകുട്ടികൾ കത്തി ആക്രമണത്തിന് ഇരയാകുകയും കൊല്ലപ്പെടുകയും ചെയ്തു. സംഭവത്തിൽ 10 പേർക്ക് പരിക്കേറ്റിരുന്നു. ഇതിന് പിന്നാലെ സാമൂഹിക മാധ്യമങ്ങളിൽ അക്രമി ആക്സൽ റുദകുബാനയെക്കുറിച്ച് പ്രചരിച്ച വ്യാജ പ്രചാരണമാണ് അക്രമത്തിന് വഴി തുറന്നത്. റുദകുബാന വെയിൽസിലാണ് ജനിച്ചതെന്നും ഇയാളുടെ മാതാപിതാക്കൾ റുവാണ്ടൻ സ്വദേശികളാണെന്നും മുസ്ലിം കുടിയേറ്റക്കാരാണെന്നുമുള്ള വ്യാജ പ്രചാരണമാണ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചത്. ഈ തെറ്റായ വിവരത്തിന് വളരെ വേഗം പ്രചാരണം ലഭിക്കുകയും തീവ്ര വലതുപക്ഷക്കാരെ പ്രകോപിപ്പിക്കുകയും ചെയ്തു. അക്രമങ്ങൾ അടുപ്പിക്കുന്നതിന് സാമൂഹ്യ മാധ്യമങ്ങൾ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. വ്യാജ പ്രചാരണങ്ങൾ പങ്കുവയ്ക്കുന്നതിനും പ്രതിഷേധക്കാരെ അണിനിരത്തുന്നതിനും തീവ്ര വലതുപക്ഷ വിഭാഗങ്ങൾ സോഷ്യൽ മീഡിയയാണ് ഉപയോഗിച്ചത്. തുടർന്ന് രാജ്യമെമ്പാടും അക്രമം പൊട്ടിപ്പുറപ്പെടുകയും കലാപത്തിലേക്ക് നയിക്കുകയുമായിരുന്നു. UKയിൽ 18 വയസ്സിന് താഴെയുള്ള കുറ്റവാളികളുടെ പേരുവിവരങ്ങൾ സാധാരണ പുറത്തുവിടാറില്ല. എന്നാൽ റുദകുബാനയ്ക്കെതിരായ വ്യാജ പ്രചരണങ്ങൾ തടയുന്നതിന് ജഡ്ജ് ആൻഡ്രൂ മെനറി ഇതിന് അനുമതി നൽകി. അടുത്തിടെ തീവ്ര വലതുപക്ഷ വിഭാഗം ഓൺലൈനിലൂടെ സംഘടിപ്പിച്ച പ്രതിഷേധങ്ങളിലെല്ലാം കടുത്ത കുടിയേറ്റ വിരുദ്ധ മുദ്രാവാക്യങ്ങളാണ് കണ്ടത്.